ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് ഇന്ന് ഇവിടെ കുറച്ച് ടാങ്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അവിടുത്തെ ടാങ്ക് ഷിഫ്റ്റ് ചെയ്യലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമ്മളൊന്ന് കാണിച്ചു തരുന്നതാണ്. ഇവിടുത്തെ ഞങ്ങളുടെ വന്നേക്കണ അപ്പൂർ സിറ്റിയിലാണ്, ദുബായിൽ തന്നെ ഒരു സ്ഥലമാണ്. ഇവിടെ ടാങ്കിൻ്റെ വർക്കാണെന്ന്. ഇവിടെയാണ് ടാങ്ക് ഇരിക്കണത്. ഇതാണ് ടാങ്ക്. മണ്ണിൻ്റെ ഇടയിൽ അണ്ടർഗ്രൗണ്ട് ടാങ്കാണത്. ഇതാണ് ടാങ്ക് ഏരിയ. ഇത് 5 ടാങ്കുകൾ വന്നേക്കണം. അറ്റം വരെയും 4 ടാങ്ക്. ഈ ട്രോളിയിൽ ഇരിക്കണത് ഈ സാധനം കൊണ്ടാ. ഇത് കത്തോലിക് പ്രൊട്ടക്ഷൻ എന്നാണ് പറയണത്. കാറ്റോട്ടിക് പ്രൊട്ടക്ഷൻ അങ്ങനെയാണ് എന്നെ പറയണത്. ഇത് നമ്മുടെ ടാങ്കിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ താഴ്ത്തിടും, മണ്ണിലിടും. എന്നിട്ട് ഈ ഫ്ലോർ വരെയും ഫുൾ മണ്ണിടും. ടാങ്കിൻ്റെ കവറിട്ട് മൂടിക്കണണ്ട, അവിടെ മാത്രമേ പൊന്തിരിക്കുകയുള്ളൂ. ബാക്കി എല്ലാ ഭാഗത്തും മൊത്തം മണ്ണിടും. മണ്ണിട്ടിട്ട് ഈ കാത്തോട്ടിക് പ്രൊട്ടക്ഷൻ അടിയിലിട്ടിട്ടാണ് മണ്ണിടുന്നത്. നമ്മൾ ഫുള്ള് മണ്ണിടണല്ലോ, അപ്പം നമുക്ക് ടാങ്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ടാങ്ക് കംപ്ലൈൻ്റ് ഉണ്ടോ, നമുക്ക് എങ്ങനെയാണ് ടാങ്കിന് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പ്രൊട്ടക്ഷനായിട്ടാണ് കാറ്റോട്ടിക് പ്രൊട്ടക്ഷനകത്ത്. ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയിൽ. ഭയങ്കര വെയിറ്റുമാണ് ഈ സാധനത്തിന്. ഇത് വെള്ളത്തിലിട്ടായിരുന്നു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വേണം ഇത് പിടിക്കാൻ. 6 മണിക്കൂർ കഴിഞ്ഞ് 8 മണിക്ക് ഇട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തേക്കാണ് ഈ സാധനം. എടുത്തു കഴിഞ്ഞ് നമ്മൾ ആ ഡ്രമ്മ് ഞാൻ കാണിച്ചിട്ട് ഡ്രമ്മിലാണ് ഇട്ടേക്കണായിരുന്നു. ഇന്ന് നമ്മളിട്ട പൈപ്പാണത്, 6 ഇഞ്ചിൻ്റെ പൈപ്പ്. ഇത്രയും വലിയ പൈപ്പാണ് നമ്മൾ ഇട്ടേക്കണം. ഇതിനകത്ത് ഇതിപ്പോൾ അണ്ടർഗ്രൗണ്ട് ടാങ്ക് ആയതുകൊണ്ടാണ് മണ്ണിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോണത്. ഇപ്പം ടാങ്ക് മാറ്റാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂറിൻ്റെ ബിൽഡിങ് വരെയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ ടാങ്കുകൾ മാറ്റുന്നത്. ഈ ഫുൾ ലൈനിലിട്ട് സൈഡിലേക്കാണ് ടാങ്ക് വെച്ചേക്കുന്നത്. ഈ കാണുന്ന ഏരിയയിലേക്കാണ് ടാങ്ക് വെച്ചേക്കുന്നത് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നമ്മൾ ടാങ്ക് വെക്കണത്. അപ്പോൾ അതിൻ്റെ കുറേ വർക്കും കാര്യങ്ങളും പിന്നെ ബാക്കിയുള്ള വർക്കുകളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഞാനത് എല്ലാവർക്കും വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇനി ഒരുപാട് വർക്കുകൾ ഇതിനകത്ത് നടക്കാനുണ്ട്. ഇവിടെ മതിലും കാര്യങ്ങളൊക്കെ വരും. ഒരുപാട് വർക്കുകളുണ്ട് ഇവിടെ. മുന്നേ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഭാഗത്തൊക്കെ മണ്ണിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴേ മണ്ണൊക്കെ ഇട്ട് ആകെ സെറ്റാക്കി. ഇനി പൈപ്പും കാര്യങ്ങളും എല്ലാം വരും ഇതിനകത്ത്. നമ്മളൊരേ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഈ ടാങ്കാണ് മണ്ണിൻ്റെ അടിയിൽ ഇറക്കി വെച്ചേക്കുന്നത്. ഇത്രയും വലിയ ടാങ്കാണ് മണ്ണിൻ്റെ അടിയിൽ ഇറക്കി വെച്ചേക്കുന്നത്. അതുപോലെ 4 എണ്ണം. ഇവിടെ ഗ്യാസ് ഉപയോഗം നല്ല കൂടുതലുകൊണ്ടാണ് ഈ 4 എണ്ണം വെച്ചേക്കുന്നത്. ആദ്യം 5 എണ്ണം വരുന്നു, ഒരു ടാങ്ക് കുറച്ച് ഇപ്പോൾ 4 എണ്ണവും ടാങ്കുകൾ വെച്ചേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം.